ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്മോക്കി ചിക്കൻ കറിയാണ്. ചാർക്കോൾ വെച്ച് കത്തിച്ച് നല്ലൊരു സ്മോക്കി ഫ്ലേവറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ്. മിനിഞ്ഞാന്ന് ഞാൻ സിൽക്ക് ദോശ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ അതിന് പറ്റിയ കറി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയിരുന്നത് മിനിഞ്ഞാന്ന് ഈ കറിയായിരുന്നു. പക്ഷേ സിൽക്ക് ദോശക്ക് എന്ത് കറിയും, ഏത് തരം ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. മീൻ കറി ആണെങ്കിൽ പോലും കുഴപ്പമില്ല. മിനിഞ്ഞാന്ന് ഞാനിത് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ കറിക്ക് നമുക്ക് ദോശ മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, നാൻ എന്ത് വേണമെങ്കിലും ഈ കറിക്ക് നല്ല കോമ്പിനേഷനാണ്. ഏത് റൊട്ടിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ചാർക്കോൾ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ബദാമും കാഷ്യൂനട്ടും കുതിർത്തെടുക്കണം. ഒരു ബൗളിലേക്ക് ഞാനൊരു 15 കാഷ്യൂനട്ട് എടുക്കുകയാണ്. 15 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 15 ബദാം മറ്റൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ടിലും നമുക്ക് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കാം. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ആ സമയത്ത് നമുക്കിത് അരച്ചെടുക്കാം. ഇതിവിടെ ഞാൻ അടച്ചു വെക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബദാമും അണ്ടിപ്പരിപ്പും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ബദാമിൻ്റെ തൊലി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് തൈര് എടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ക്രീമാണ്. ഞാനിവിടെ തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുക്കിംഗ് ക്രീമോ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇതിപ്പോൾ 125ൻ്റെ പാക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. 2 പാക്കറ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. അതായത് 250 ml ക്രീം ഇത്രയും ഗ്രേവിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് എടുത്തിരിക്കുകയാണ്. അതായത് 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൂടി തൈര് ചേർക്കുക. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ. പുളിയുള്ള തൈര് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് വല്ലാത്ത പുളിയായിരിക്കും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കയ്യിൽ വെച്ച് നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 3/4 കിലോഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലെ വെള്ളമൊക്കെ മുഴുവൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഈ ഗ്രേവിയിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചാർക്കോൾ എടുത്ത്, അതായത് ഒരു കരിക്കട്ട എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കാം. നന്നായിട്ട് കത്തി വരണം. എല്ലാ ഭാഗവും നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ടാവണം. അത്ര വരെ ഒരു 2-3 മിനിറ്റ് എടുക്കും തീ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ചാർക്കോൾ നിങ്ങൾക്ക് എല്ലാ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. കണ്ണൂരൊക്കെ ആണെങ്കിൽ പുതിയ തെരുവും സൗത്ത് ബസാർ പിന്നെ ഗ്രീൻസ് സൂപ്പർ മാർക്കറ്റ് ഇവിടെയൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ ചാർക്കോളിൽ നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊരു സ്റ്റീലിൻ്റെ ചെറിയ ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ബൗൾ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനും ഗ്രേവിയും കൂടി ചേർന്നിട്ടുള്ള പാത്രത്തിൻ്റെ നടുവിലായിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അല്പം ഗ്രേവി സൈഡിലോട്ട് നീക്കിയിട്ട് നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നന്നായിട്ട് കത്തിയ ഈ ചാർക്കോളിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഒഴിച്ച ഉടനെ പുക വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഇവിടെ അടച്ചു വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം എടുത്ത് വെക്കുക. അതാകുമ്പോൾ മൂടി നന്നായിട്ട് അമർന്ന് നിന്നോളും. പുകയൊന്നും പുറത്തേക്ക് പോവില്ല. പുക മുഴുവനും ഈ ഗ്രേവിയിലും ചിക്കനിലും പിടിച്ചിട്ടിരിക്കണം, പുറത്തേക്ക് പോകരുത്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം.
ഈ ചാർക്കോളിൻ്റെ പുക മുഴുവനും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഈ ചിക്കനിലും മസാലയിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഈ ചിക്കനും ഈ ഗ്രേവിക്കും നല്ലൊരു ചാർക്കോളിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അതായത് നല്ലൊരു സ്മോക്കി ഫ്ലേവറും സ്മോക്കി ടേസ്റ്റും ആയിരിക്കും ഇതിനുണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാർക്കോൾ ഇതിൽ നിന്നും എടുത്തു മാറ്റാം. ഗ്രേവി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇവിടെ അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം മാത്രം കറി ഉണ്ടാക്കാൻ തുടങ്ങാം. 1 മണിക്കൂർ നമുക്കിതുപോലെ ഇതിവിടെ അടച്ചു വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണ്ട, കാരണം ഒരു നാടൻ ഫ്ലേവർ വരും. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഗ്രേവി ഇല്ലാതെ, അതായത് ഗ്രേവി ഒഴിവാക്കിയിട്ട് ചിക്കൻ പീസ് മാത്രം എടുത്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവിയോട് കൂടി ഇടരുത്, ഗ്രേവി കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. മുഴുവൻ ചിക്കൻ പീസും ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഗ്രേവി ഇവിടെ നമുക്ക് മാറ്റി വെക്കണം. ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് കളയരുത്. ഇത് അടച്ചു വെച്ച് നമുക്ക് മാറ്റി വെക്കാം. ഈ ചിക്കൻ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം, കാരണം നമ്മളിത് ഗ്രേവിയിൽ വെച്ചിട്ട് കൂടുതൽ സമയം വേവിക്കുന്നില്ല. അതുകൊണ്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചിക്കൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആകാത്ത ഭാഗം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഓയിൽ കുറച്ച് ബാക്കിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഓയിൽ തീരെ ഇല്ലെങ്കിൽ കുറച്ച് ചേർക്കണം. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ച ഗ്രേവി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഗ്രേവി നന്നായിട്ട് ഇതിലൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇതിവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിക്കണം. തീ കൂട്ടി വെക്കരുത്, ഗ്രേവി കരിഞ്ഞു പോകും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഗ്രേവി നന്നായിട്ട് വെന്ത് ഇതിനൊരു ചെറിയ കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഗ്രേവി നന്നായിട്ട് വെന്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഗ്രേവിയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി, കാരണം ഗ്രേവിയും ചിക്കനും ഒക്കെ ഓൾറെഡി വെന്തതാണ്. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ സ്മോക്കി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ചാർക്കോളിൻ്റെ ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇതിൽ ചാർക്കോൾ വെച്ച് കത്തിച്ചതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ നല്ലൊരു മണം കിട്ടും നമുക്ക്. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ഗ്രേവി ആണെങ്കിലും
ചിക്കൻ പീസ് ആണെങ്കിലും ഒക്കെ നല്ലൊരു സ്മോക്കി ഫ്ലേവറാണ്. നിങ്ങൾ ഈ കറി എന്തായാലും ട്രൈ ചെയ്യാതിരിക്കരുത്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അത്രയും ഇത് ഇഷ്ടമാവും. അതുപോലെ നിങ്ങൾക്ക് ഇത് ബട്ടർ നാൻ, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്തൂരി റൊട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ കറി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്